പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തൊടുശോഭയേഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപാൽ മണികൾ കനമാർന്നതില്ലേ മദകൂജനമാർന്നിണപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപാൽ മണികൾ കനമാർന്നതില്ലേ മദകൂജനമാർന്നിണപ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കുളിർ ചൂടിവരാം പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ അനുരാഗമിതിൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിന നിൻ കുളിർമാറിൽ സഖീ നിന്നനുരാഗമിതിൻ സിരയിൽ സുഖഗന്ധമിഴും മതിരാസവമായി ഇളമാനിന നിൻ കുളിർമാറിൽ സഖി തരളാർദ്രമിതാ തല ചായ്ക്കുകയായി ഒരു സുന്ദരിയൻ മലർശയ്യയിൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തൊടുശോഭയേഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തൊടുശോഭയേഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ബ്യൂട്ടിഫുൾ. ഗോവിന്ദ്, ഹലോ. എങ്ങനെ പാടി? ഫസ്റ്റ് സോങ് അല്ലേ? പാടി പാടാൻ പറ്റിയെന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഗോവിന്ദ് പാട്ടിനോട് ഇഷ്ടം, അല്ലെങ്കിൽ പാട്ട് പഠിക്കാം എന്നൊക്കെ ഉള്ളൊരു ഡിസിഷൻ എടുത്ത് എന്തുകൊണ്ടായിരുന്നു? പാട്ട് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ്. പാർവതിയുടെ ചോദ്യത്തിൽ തന്നെ പറയാതെ ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ല.
ആ സമയത്ത് ഒരു ചെറിയ റിലേഷൻ, എനിക്ക് വൺ വേ ഉണ്ടായിരുന്നു, റിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അത് ആ പെൺകുട്ടിനെ കാണാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ വട്ടം ജോയിൻ ചെയ്ത് പിന്നെ ആ കുട്ടീനെ കാണാൻ വേണ്ടി പോയതാ. എന്നിട്ട് അടി കിട്ടിയോ? ഇല്ല, അടി കിട്ടിയാനേ കിട്ടിയില്ല. എന്നിട്ട് പാട്ട് ക്ലാസ്സിൽ പോയി. പാട്ട് ക്ലാസ്സിനെക്കാട്ടും കൂടുതൽ അവളുണ്ടെങ്കിലേ പോവുള്ളൂ, ആ ലെവലായിരുന്നു ആ സമയത്ത്. ഇല്ലെങ്കിൽ പിന്നെ പാട്ടിന് പോയി. കുട്ടി ആരാണ്? അത് പറയാൻ ഇല്ല. പറ. ഇപ്പൊ ആളായിട്ട് ഒന്നും ഇല്ല. ആ പെൺകുട്ടിയല്ലേ ആ പാട്ട് ടീച്ചർ? ഗോവിന്ദ, ആ അപ്പൊ പാട്ടിന് പോയിട്ട് ഇതാരും നടന്നത് അല്ല, പിന്നെ അവിടെ നിന്ന് പിന്നെ പതുക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പിന്നെ ചേഞ്ച് വന്നു. പതുക്കെ പാട്ടില് ബന്ധപ്പെട്ട് ആക്റ്റീവായി ആവാൻ പറ്റി. കുട്ടിയായിട്ട് റിലേഷൻ ആയില്ലെങ്കിലും പാട്ടായിട്ട് ആക്റ്റീവാ നിൽക്കാൻ പറ്റി. നന്നായി. പറഞ്ഞോ ആ കുട്ടിയോട്? അതൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? പോയി പണി നോക്കുന്നു. അനിയാന്ന് വിളിച്ചോ? അല്ല, അതിന്റെ വേറൊരു വർഷം പറഞ്ഞു. അല്ല, അത് അനിയനൊന്നല്ല, എന്റെ താഴെയായിരുന്നു. ഓ, ഇത് വേറെ പറഞ്ഞത്. നമ്മുടെ സ്ഥിരം ഡയലോഗ് അടിച്ചോ ഗോവിന്ദ, ഞാൻ ബ്രദറിനെ പോലെയാ കണ്ടത്. അത് പറഞ്ഞില്ല, അത് വേറെ കുട്ടി പറഞ്ഞു. അപ്പൊ ഇത് ഒരു തൊഴിലായിട്ട് എടുത്തോണ്ട് നടക്കുകയാണ്. അല്ല, ആ കുട്ടീനെ മറക്കാൻ വേറെ കുട്ടീനെ നോക്കി. അങ്ങനെ അപ്പൊ ആ കുട്ടി അല്ല ഫോർ എക്സാമ്പിൾ പറഞ്ഞത്. അവനെ ആ കുട്ടി രണ്ടുപേരെ മറക്കാൻ വേറെ ആളെ നോക്കേണ്ട അവസ്ഥ ഒക്കെ വന്നു. അല്ല, ചുരുക്കത്തിൽ ഇപ്പൊ ലിസ്റ്റിൽ എത്ര പേരുണ്ട്? അല്ല, ഇപ്പൊ ആരുമില്ല. ബാക്കി എല്ലാരും ഓർത്തോണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ ഞാൻ വളരെ സിംഗിൾ ആയിട്ട് ഓർമ്മകളായവരക്കി. അതൊക്കെ അതങ്ങ് കടന്നു പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പേടിക്കും, പിന്നെ പ്രോഗ്രാമിന് വിളിക്കൂല. ഇല്ല, ഇത് പഴയ ഇപ്പൊന്നുമില്ല. ഇപ്പൊ അങ്ങനൊന്നുമില്ല. പണ്ട് ഞാനൊരു വികാര ജീവിയായിരുന്നു. ക്രഷ് വരുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ചിന്മയ മാം. It's beautiful, and you have such a lovely voice, very expressive, and it's very gentle the way that you sang this. Enike in the song na munnadi kettadilla, because I've not really heard too many Malayalam songs growing up and all of that, but it was very beautiful the way you sang. Thank you ma'am. Thank you ma'am. ഷാനിക. ഗോവിന്ദ, ഷാനിക നന്നായിട്ട് പാടിയുണ്ട്. താങ്ക് യു. അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് യുനോ അഗൈൻ ദിസ് ഇസ് യുവർ ഫസ്റ്റ് പെർഫോമൻസ്. അപ്പം നമ്മൾ പല കാര്യങ്ങളൊന്ന് കണ്ണടയ്ക്കും. പിന്നെ പോകെ എന്തായാലും ഇതൊരു ഗോവിന്ദ് ഒരു ഗംഭീര സിംഗർ ആവും. കാരണം ഭയങ്കര ഫീൽ ഉണ്ട് ഗോവിന്ദിന്റെ വോയിസിലും. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഗോവിന്ദ. താങ്ക് യു ഷാനിക. താങ്ക് യു ഷാനിക. ഓക്കെ, ശരത് സർ. യെസ് ബോസ്. സാർ. ഗോവിന്ദ നല്ല പാട്ട് കേട്ടോ. എന്ത് മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ. ഇപ്പൊ ആദ്യം അത് നമ്മൾ അധികം ഒന്നും പറയുന്നില്ല കേട്ടോ. എന്തോന്നര എഴുതി വെച്ചേക്കുന്നത്. ചുമ്മാ അല്ല പെണ്ണിട്ടിട്ട് വല്ല ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടോ? നമുക്ക് മനസ്സിലായും കാണത്തില്ല. കൊടുത്തിട്ടുണ്ടാ? ഇല്ല, ചറവറാന്ന് എഴുതി വെച്ചേക്ക. ഇല്ല, കൊടുത്തിട്ടില്ല. ആർക്കും കൊടുത്തിട്ടില്ലേ? അല്ല, കൊടുക്കാതിരുന്നാ നന്നായി. നല്ല കയ്യക്ഷരം. ഞാനാക്കി തന്നെ കയറി കളഞ്ഞാൽ. എനിക്ക് തോന്നി ഇത് പറയുന്നു ലിറിക്സ് എഴുതിയപ്പോ തന്നെ. ഇപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ കേട്ടോ. നേരെ ജീവിക്കും എന്ന പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ, മഞ്ജരി ചേച്ചി. ഗോവിന്ദ്, ചേച്ചി നൈസ് വോയിസ്, നൈസ് സോങ്, നൈസ് സെലക്ഷൻ, അടിപൊളി. താങ്ക് യു ചേച്ചി. തീർന്നു. ഞാൻ നോക്കുമ്പോ ആള് നല്ല പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് നല്ല ലാഘവത്തോടെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് പാടുന്നു. ടെൻഷൻ ഉള്ളിലുണ്ടോ? ഉള്ളിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു പുറത്ത് കാണിക്കുന്നതാ ടെൻഷൻ ഇല്ലാന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ. പക്ഷെ രസമുണ്ടായിരുന്നു. നന്നായിട്ട് പാടി. കോൺഫിഡൻസ് നമുക്ക് ഉള്ളിൽ ഇല്ല എന്ന് തോന്നുന്നില്ല. നന്നായിട്ട് തന്നെ ഒരു ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ഗോവിന്ദന്റെ ഇപ്പൊ ഈ ഒരു കഥയൊക്കെ കേട്ടപ്പോ ഗോവിന്ദ് ഇങ്ങനെ നടന്ന് ആരെങ്കിലും ഒരു പ്രണയലേഖനം എവിടെയെങ്കിലും ഒന്ന് അപ്രൂവ് ആവുമോ എന്നുള്ള ഒരു അലച്ചല് പണ്ട് കാലത്ത് നടക്കുന്ന പോലെ. പലരുടെയും പേരെഴുതിയ ഒരേ കണ്ടന്റുള്ള കുറെ എഴുത്തുകളുണ്ട്. ഒരുമാതിരി ഒരു മാത്രം എഡിറ്റ് ചെയ്ത് കളയും. സുഷമ വരുന്നു. ഒരു ക്രേസി ആയിട്ടില്ല. മറ്റേ ചൈന ടൗണിലെ ദിലീപ് ഏട്ടന്റെ ഒരു കഥാപാത്രമില്ലേ, പോകുന്നിടത്തൊക്കെ ലവ് ലെറ്റർ. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? ഇല്ല, ഇതുവരെ ആയിട്ടില്ല. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വല്ലാത്തൊരു അവസ്ഥ. സൂക്ഷിച്ചോട്ടോ.
അത് അങ്ങനെ ഒരു എല്ലാവരും സംഭവം നോക്കിയും എന്താണ്? കണ്ടും അതെന്താ എനിക്ക് തോന്നുന്നു അതൊരു തരം പാറു crazy. ഗോവിന്ദ് നോക്കിയവരെല്ലാം നിത്യ കന്യകകളായിട്ട് അങ്ങനെ ജീവിക്കും. നീ എന്തിനാ എന്നെ നോക്കണം? ശപിച്ചുവിടെ വല്ലതാണോ? ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞതാ. ഉണ്ടായിട്ടില്ല. എനിക്ക് ഗോവിന്ദനെ കാണുമ്പോ അനൂപ് ഗോവിന്ദനെ പറ്റി ഒരു പാട്ട്. ഗോവിന്ദനെ പറ്റി ഒരു പാട്ട് ഒരു ഓർമ്മ ഓർമ്മ വന്നു. ഒരു ഗസൽ 2 lines. കമോൺ കമോൺ. അത് ചിന്മയ്, ഇറ്റ്സ് അബൌട്ട് ആവാർഗി, ക്രേസിനെസ്. അപ്പോ ഇതൊരു ക്രേസി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഇങ്ങനെ നടക്കുന്ന പോലെ. അതെ. ये पागल दिल मेरा क्यों बुझ गया आवारगी, ये दिल ये पागल दिल मेरा क्यों बुझ गया आवारगी। इस दश्त में एक शहर था, इस दश्त में एक शहर था, वो क्या हुआ आवारगी, ये दिल ये पागल दिल मेरा क्यों बुझ गया आवारगी। इस दश्त में एक शहर था, इस दश्त में एक शहर था, वो क्या हुआ आवारगी, ये दिल ये दिल ये पागल दिल मेरा. ഓ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഫസ്റ്റ് ഡെഡിക്കേഷൻ മഞ്ജരി ചേച്ചിയുടെ വക. ഒരു പാഗൽ ദിൽ. ഗോവിന്ദിന് ഇനി എന്താ വേണ്ടേ? മാർക്സ് അറിയാം. ഓക്കെ യെസ് പാറു. ഷാനിക്ക, ഗോവിന്ദന്റെ മാർക്ക്. ഗോവിന്ദൻ 8 മാർക്ക്. Thank you, Shanti. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഗോവിന്ദ 8 മാർക്ക്. താങ്ക് യു ശരത് സർ. ചേച്ചി. ഗോവിന്ദ 8 മാർക്ക്. Thank you. ഗോവിന്ദ ടോട്ടൽ 24 മാർക്ക്. ഒരാൾ ബൈക്കൊക്കെ ഓൺ ചെയ്ത് റെഡിയാക്കി. I know it doesn't count, but still, Govinda, 8 mark. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Ni pa maga